ആഴ്ചയിൽ 2 തവണ പണം കൊടുത്തു വാങ്ങുന്ന ജലത്തെ മാത്രം ആശ്രയിച്ചായിരുന്നു തിരുവനന്തപുരം വിഴിഞ്ഞം KSRTC ഡിപ്പോയിലെ ജീവനക്കാരുടെ ദുരിത ജീവിതം. ചൂട് കനത്തതോടെ കുപ്പിവെള്ളം വാങ്ങാൻ തുടങ്ങി. പക്ഷേ ചിലവ് അമിതമാണ്. ജലം കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും തികയാതെ വന്നതോടെയാണ് 3 പതിറ്റാണ്ടിലേറെയായി മണ്ണിനടിയിലായിരുന്ന കുളം നവീകരിക്കാൻ ജീവനക്കാർ മുന്നോട്ട് വന്നത്. ആവശ്യം KSRTC അധികൃതരെ അറിയിച്ചു. ന്യായമായ ആവശ്യമായതിനാൽ കോർപ്പറേഷൻ പരിമിതിക്കുള്ളിൽ നിന്നും ഒരു തുക അനുവദിച്ചു. കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സഹകരണം ഉണ്ടാവുകയും എന്നാൽ ആ പറഞ്ഞ പൈസയിലൊന്നും ഇത് തീരാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളെല്ലാം കൂടി ഇറങ്ങി തിരിച്ച് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളായിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ടിറങ്ങിയത്. JCB സഹായത്തോടെ കുളം നവീകരണം ആരംഭിച്ചു. താഴ്ച കൂടും തോറും തുക തികയാതെ വന്നു. ഒടുവിൽ JCB മാറ്റി ഡിപ്പോയിലെ ജീവനക്കാർ ഒറ്റക്കെട്ടായി ഇറങ്ങി. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് നമുക്ക് കുടിവെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും തികയാതെ വരുന്ന സാഹചര്യമാണ്. ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ബസ്സുകൾ വാഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെല്ലാം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുള നവീകരണമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഏകദേശം 10 ആൾ താഴ്ച എത്തിയപ്പോൾ മണ്ണും മാലിന്യങ്ങളുമായി ഇവിടെ നിന്നും മാറ്റിയത് 350-ലേറെ ലോഡ്. എങ്കിലും ജീവനക്കാർ തളർന്നില്ല. കുളം വൃത്തിയാക്കി ജലം സംഭരിച്ച് ബസ്സും ടോയ്ലറ്റുമൊക്കെ മോടിയാക്കണമെന്നായിരുന്നു ഇവരുടെ വാശി. KSRTC ജീവനക്കാരുടെ 1 മാസത്തിലേറെ നീണ്ട ഉദ്യമത്തിന് കൈത്താങ്ങുമായി കല്ലുവെട്ടാൻകുഴി ക്രൈസ്റ്റ് കോളേജിലെ NSS വിദ്യാർത്ഥികളും എത്തി. വളരെ വേഗം തന്നെ കുളം നവീകരിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ.